വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തു നിന്ന് വീണ്ടും വരുന്നത്. കാരണം 3 ദിവസം കൊണ്ട് 4 പേരെയാണ് ചവിട്ടിക്കൊന്നത്. ഒരാഴ്ചക്കുള്ളിൽ 5 പേരെയാണ് ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഈ വാർത്തകളാണ് വരുന്നത്. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ മുഴുവൻ, മലയോരത്തുള്ള ആളുകളെ, വനാതിർത്തികളിലുള്ള ആളുകളെ, വന്യമൃഗശല്യം നേരിടുന്ന ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് ഇപ്പോഴും എടുക്കുന്നത്. സത്യത്തിൽ ഒരു വളരെ അടിയന്തരമായി റെസ്പോൺസ് ടീമിനെയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം. മാത്രമല്ല, കാട്ടിൽ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്ന് പറയും. അപ്പോൾ വെള്ളം കൊടുക്കാൻ, വെള്ളവും ഭക്ഷണവും കാടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ വേണം. എവിടെയാണ് കൂടുതലായി ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് ഫോറസ്റ്റിന് അറിയാം. കേരളത്തിൽ ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉൾക്കാട്ടിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യാൻ സാധാരണ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. കേരളവും നേരത്തെ ചെയ്തിരുന്നു. അപ്പൊ അതൊന്നും കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അടിയന്തരമായി ഇപ്പൊ ചെയ്യേണ്ടത് ആനകൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ശല്യങ്ങളിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കുകയും ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്നലെ മന്ത്രി നിയമസഭയിൽ ഒരു വിവാദ പരാമർശം നടത്തി. ഈ ആളുകൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നതെന്ന് ചോദിച്ചു. ഇന്നും അദ്ദേഹം അത് ന്യായീകരിച്ചിരിക്കുകയാണ്. എവിടെയാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് പരിശോധിക്കണം. നടന്നത് മനുഷ്യർ മരണപ്പെട്ടാൽ ഞങ്ങൾ വേണ്ടത് ചെയ്യും. പക്ഷേ കാട്ടിനുള്ളിലാണ് പല സംഭവങ്ങളും. അത് തെറ്റായ പരാമർശമാണ്. 1-2 കേസുകൾ കാട്ടിൽ നടന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത്. അത് വനാതിർത്തിയല്ല, വനാതിർത്തിക്ക് പുറത്താണ് പ്ലാന്റേഷനകത്ത് നടന്നത്. മിനിഞ്ഞാന്ന് നടന്നത്. ഇന്നലെ നടന്നത് വയലിലാണ് നടന്നത്. അതെങ്ങനെ കാടിനകത്താവുന്നത്? ഇനി കാടിനകത്ത് ആദിവാസികൾ കാടിനകത്ത് താമസിക്കുന്നില്ലേ? വനാവകാശ നിയമം ഉൾപ്പെടെ പാസ്സാക്കിയതാണ് ഇന്ത്യൻ പാർലമെന്റ്. അവർക്ക് വനാവകാശ നിയമം ഉൾപ്പെടെ ഉണ്ട്. അവർക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെ ആന ആക്രമിക്കുകയാണ്. അതായത് ആൾതാമസമുള്ള, ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങിച്ചെല്ലുവാണ്. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. കാടിനകത്ത് 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതവിടെ താമസിക്കുന്നവരെയാണ്. ഇപ്പോ വയനാട്ടിലെ മണിയുടെ കേസ്, സരോജിനിയുടെ കേസ്, നിലമ്പൂരത്തെ സരോജിനിയുടെ കേസ്, മണിയുടെ കേസ്, ഇതെല്ലാം അവർ കാടിനകത്ത് തന്നെ താമസിക്കുന്നവരാണ്. അവരെയാണ് ചവിട്ടിക്കൊന്നത്. ബാക്കിയുള്ള സ്ഥലത്തോ ഈ 4 ദിവസമായിട്ട് നടക്കുന്ന കാടിനകത്താണോ? അല്ല, കാടിനകത്തല്ല നടക്കുന്നത്, കാടിന് പുറത്താണ് നടക്കുന്നത്. വനാതിർത്തിക്ക് 15 കിലോമീറ്റർ ദൂരെ വരെ വന്യമൃഗശല്യമുണ്ട്. ടൗണിലേക്ക് വരെ ആന അടക്കമുള്ള മൃഗങ്ങൾ ഇറക്കി തുടങ്ങി. പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്. ഒരുപാട് ഇപ്പം ഞങ്ങള് ചിറ്റാറിൽ പോയപ്പോൾ അവിടെ സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലൂടെ പുലി പോകുന്ന ചിത്രമാണ് കിട്ടിയത്. രാത്രി അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ മുമ്പിലൂടെ രാത്രി പുലി ഇറങ്ങിയിരിക്കുകയാണ്. ആളുകൾ ഒക്കെ ഉള്ള സ്ഥലമല്ലേ, ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അല്ലാതെ കാടിനകത്ത് മാത്രം നടക്കുന്നതാണെന്ന് പറഞ്ഞ് ചുരുക്കുകയാണ്. മാത്രമല്ല, ഈ ആന ചവിട്ടിക്കൊന്ന ആളുകളൊന്നും അതിക്രമിച്ച് കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ പോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നുമല്ല, മാവോയിസ്റ്റുകളല്ല.